ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ മലയാളം സെക്കൻഡിൻ്റെ ക്രിസ്മസ് എക്സാം ആൻസർ കീ ആണ് 2025. അപ്പോൾ ഒട്ടും ലാഗ് അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് നോക്കാം. ആദ്യത്തെ സെക്ഷനകത്ത് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒരു സ്കോർ വീതമാണ് കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട്. നമുക്ക് 4 മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളൊക്കെ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനും, അതുപോലെ തന്നെ അരപ്പുറം, ഒരു പുറം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കതൊന്നും നോക്കണ്ടല്ലോ, ഡയറക്റ്റ് തന്നെ 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തെ ചോദ്യമാണ്: ശരി ഹൃദയമേ നിനക്കു നന്ദി, മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണു ഞാൻ, ഒപ്പം മിടിക്കുന്നത്. ഇവിടെ കൃതജ്ഞൻ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ സ്നേഹമുള്ളവൻ, ഓപ്ഷൻ ബി ദയയുള്ളവൻ, ഓപ്ഷൻ സി ഭാഗ്യമുള്ളവൻ, ഓപ്ഷൻ ഡി നന്ദിയുള്ളവൻ. ഏതാണ് ഇതിൻ്റെ ആൻസർ? നമുക്കറിയാം, കൃതജ്ഞത രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കൃതജ്ഞൻ എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യാശയുടെ കിരണങ്ങൾ. സന്ദർഭത്തിലെ രോഗിയുടെ അവസ്ഥയുമായി യോജിക്കാത്തത് ഏത്? ഇവിടെ യോജിക്കാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ദാരിദ്ര്യം, ഓപ്ഷൻ ബി നിസ്സഹായത, ഓപ്ഷൻ സി സമൃദ്ധി, ഓപ്ഷൻ ഡി അനാരോഗ്യം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി സമൃദ്ധിയാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡലി തന്നെയാണോ? ഇഡലി തന്നെയല്ലേ. സന്ദർഭത്തിൻ്റെ ആശയത്തിന് യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പയ്യ തിന്നാൽ പനയും തിന്നാം, ഓപ്ഷൻ ബി അന്നവിചാരം മുന്ന വിചാരം, ഓപ്ഷൻ സി എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, ഓപ്ഷൻ ഡി അരവയറുണ്ടാൽ ആരോഗ്യം. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി അന്നവിചാരം മുന്ന വിചാരം. അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നാലാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയവ ഏതെല്ലാം? ഞെട്ടിത്തെറിച്ച്, പുറത്തേക്കയച്ചു, പുറത്തേക്ക് അയച്ചു, ബുദ്ധിയോടെ, നീങ്ങിത്തുടങ്ങി, 2ഉം 4ഉം ആണ് ശരി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒന്ന് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.